أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى؟ قل أأنتم أعلم أم الله؟ ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. പ്രവാചകൻ അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കയോ? ഞങ്ങളുടെ നാഥനും നിങ്ങളുടെ നാഥനും അവൻ തന്നെയായിരിക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കർമ്മങ്ങളും. ഞങ്ങൾ അള്ളാഹുവിന് മാത്രം അടിമത്തം അർപ്പിച്ചവരാകുന്നു. അതല്ല, ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് സന്തതികളും എല്ലാം ജൂതമതക്കാരായിരുന്നു അഥവാ ക്രിസ്തുമതക്കാരായിരുന്നു എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ ചോദിക്കുക, നിങ്ങളാണോ ഏറെ അറിയുന്നത് അതോ അള്ളാഹുവോ? തന്റെ വശം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സാക്ഷ്യമുണ്ടായിരിക്കുകയും എന്നിട്ട് അതിനെ ഒളിച്ചു വെക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല തന്നെ. അത് കഴിഞ്ഞു പോയ ജനതയാകുന്നു. അവരുടെ നേട്ടങ്ങൾ അവരുടേതാകുന്നു, നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടേതും. അവരുടെ കർമ്മങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകുന്നതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന ഒരു സമയമായി അല്ലെങ്കിൽ കർമ്മമായി അള്ളാഹു ഇതിനെ മാറ്റിത്തരുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 138 ആയത്തുകളാണ് നമ്മൾ ഒരു മാസം മുന്നേ പഠിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് 139 മുതൽ 141 വരെയുള്ള ആയത്തുകളും അതിന്റെ അർത്ഥമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. നമുക്ക് ആദ്യം അതിന്റെ ആയത്തിലേക്ക് കടക്കാം. ഇപ്പോഴും നമ്മൾ ബനി ഇസ്രായേലരെ കുറിച്ചും അവരുടെ വാദങ്ങളെ കുറിച്ചും അതിന് മറുപടിയായിട്ട് മുസ്ലിങ്ങളോട് എങ്ങനെ പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ അള്ളാഹു നമ്മളെ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിലൂടെ മനുഷ്യരെയും മനുഷ്യകുലത്തെയും അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾ പെരുമാറേണ്ടതെന്നും അവരുമായി എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ. فقل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നോമ്പൊക്കെ കഴിഞ്ഞാല് ഒരുപാട് നമ്മൾ തറാവീഹൊക്കെ നമസ്കരിക്കുമ്പോ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോ നമ്മൾ പഠിച്ച ആയത്തുകളൊക്കെ വരുമ്പോ മനസ്സിലേക്ക് അർത്ഥം വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പോ ഒരു വർഷം കഴിഞ്ഞ നോമ്പ് മുതൽ ഈ നോമ്പ് വരെ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്ത്
അതിന്റെ പരീക്ഷ ഒക്കെ എഴുതിയ ആളുകൾക്ക് തീർച്ചയായും മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വാക്കുകൾ പരിചിതമായിട്ട് തോന്നുകയും അല്ലെങ്കിൽ ഒരു ആയത്ത് ഇമാമ് ഓതുമ്പോ ഇന്ന കാര്യമാണ് പറയുന്നത്, വാക്കുവാക്കായിട്ട് നമുക്ക് അർത്ഥം എല്ലാം വൊക്കാബുലറിയും നമുക്ക് അർത്ഥം കിട്ടിയില്ലെങ്കിലും ഒക്കെ ഇന്ന കാര്യത്തെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത് തന്നെയാണ് പ്രോഗ്രസ്. അപ്പൊ നമ്മളൊരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ശരിക്കും നമുക്കൊരു ഒരു ഭാഗം ഇമാം ഓതി കഴിയുമ്പോഴേക്കും എന്താണ് ഇമാം ഓതിയത് എന്തിനെ കുറിച്ചാണെന്നും മനസ്സിലാവുകയും മേ ബി 1, 2, 3, 4 വൊക്കാബുലറി മാത്രം നമുക്ക് മിസ്സാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഇത് കൃത്യമായിട്ട് ഈ രീതിയിൽ വാക്കായിട്ട് അർത്ഥം പഠിച്ചു പോയാൽ ആ ഒരു ഇതില് ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദുആകള് പഠിക്കുമ്പോ നമുക്ക് പ്രാർത്ഥിക്കുമ്പോ ഇമാം പ്രാർത്ഥിക്കുമ്പോ എന്തിനെ കുറിച്ചാണ് ഇമാമ് ചോദിക്കുന്നത്, ഇത് നരകത്തിൽ നിന്ന് രക്ഷയാണോ, അങ്ങനെ സ്വർഗത്തെ കുറിച്ച് ചോദിക്കുകയാണോ, അതൊക്കെ അറ്റ്ലീസ്റ്റ് എന്താണ് പറയുന്നത് എന്നെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ കാരണം ഈ പ്രാർത്ഥനകളിലുള്ള ആയത്തുകളും ഈ ഖുർആനിക ആയത്തുകളൊക്കെ ഒരുപാട് സാമ്യമുള്ളതാണ്. റബ്ബന എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആയത്തുകൾ അതേപോലത്തെ വാക്കുകളാണ് ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇനിയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. അള്ളാഹു അതിന് സഹായിക്കട്ടെ. ഇവിടെ ഖുൽ അതുഹാജ്ജുനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. അതായത് ഖുൽ, പ്രവാചകനോട് പറയാണ്, ഖുൽ നീ പറയുക, അതുഹാജ്ജുനന, ഇതിനു മുന്നേ പറഞ്ഞ എന്നുള്ളത് ചോദ്യമാണ്. ആണോ, ആണോ, എന്താണ് തുഹാജ്ജുനന, അതായത് ഈ അതുഹാജ്ജുനന എന്നുള്ളതില് കുറെ വാക്കുകളുണ്ട്. അതായത് ഒരു മിനിറ്റ്, വാട്സപ്പ് ഒന്ന് ഓഫ് ആക്കട്ടെ, ഒരു സൗണ്ട്. ഓക്കെ, 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 കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലൈഡ് കാണുന്നില്ലെങ്കിൽ എനിക്ക് ഫോണിൽ മിസ് അടിക്കണേ, കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഖുൽ അതുഹാജ്ജൂനന, ഖുൽ നീ പറയുക, അതുഹാജ്ജൂനന എന്നുള്ളതില് ആ 3 വാക്കുകൾ വരുന്നുണ്ട്. എന്നുള്ളത് ചോദ്യത്തിന്റെ ഒരു ലെറ്റർ ആണ്, ചോദ്യത്തിന്റെ ഒരു അക്ഷരം. തുഹാജൂന എന്നുള്ളത് രണ്ടാമത്തെ വാക്ക്, നാ എന്നുള്ളത് മൂന്നാമത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ആണോ, തുഹാജൂന എന്ന് പറയുന്നത് അവർ, അതുഹാജൂന നിങ്ങൾ തർക്കിക്കുക, തർക്കിക്കുന്നു എന്നാണ് തുഹാജൂന. ഹാജ യുഹാജു എന്നാണ് വാക്ക്. ഹാജ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്നാണ്, ഹാജ യുഹാജു. അപ്പൊ ഇവിടെ തർക്കിക്കുന്നു. അപ്പൊ തുഹാജു, എന്നാകുമ്പോ നിങ്ങൾ എന്നതിലേക്ക് പോകും. യാ എന്നാകുമ്പോൾ അവർ. ചെറുതായി ഗ്രാമർ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. എന്ന് തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളെന്നും, യാ എന്ന് തുടങ്ങുമ്പോൾ അവരെന്നും. ഓക്കെ, അപ്പൊ തുഹാജൂന അവർ നിങ്ങൾ തർക്കിക്കുന്നു, നമ്മളോട്, ഞങ്ങളോട്. ഇത് പ്രവാചകൻ എന്ന് പറഞ്ഞ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഫീ, എന്തിൽ? ഫീ എന്ന് പറഞ്ഞ ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? ഫില്ലാഹി, അള്ളാഹുവിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ കാര്യത്തിൽ. ഫഖുൽ, നീ പറയുക, നീ ചോദിക്കുക പ്രവാചക, തുഹാജൂനന ഫില്ലാഹി, നീ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഇവിടെ പുതിയൊരൊറ്റ വാക്കേ ഉള്ളൂ, ഹാജ യുഹാജു. ബാക്കിയൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഇനി വഹുവ, ആൻഡ് ഹുവ, അവൻ, അതായത് ആ റബ്ബ്, നിങ്ങൾ തർക്കിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ഹുവ അവൻ ആരാണ്? റബ്ബുന, ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ നാഥനാണ്. ആൻഡ് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബുമാകുന്നു. റബ്ബുന വ റബ്ബുക്കും, അവനാണെങ്കിൽ ഹുവ റബ്ബുന വ റബ്ബുക്കും, അവൻ ഞങ്ങളുടെ റബ്ബും നിങ്ങളുടെ റബ്ബുമാകുന്നു. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ് ഈ ആയത്തെ. ഹജ എന്ന വാക്ക് മാത്രമേ പുതിയതുള്ളൂ. റബ്ബുന വഹുവ റബ്ബുന വ റബ്ബുക്കും, അവൻ ഞങ്ങളുടെ റബ്ബാകുന്നു, നിങ്ങളുടെ റബ്ബാകും. റബ്ബുക്കും എന്നുള്ള ആലോചിക്കാൻ എളുപ്പം എന്താ വെച്ചാൽ അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് ആലോചിച്ചാൽ മതി. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അസ്സലാം എന്ന് പറഞ്ഞ സമാധാനം,
അലൈക്കും നിങ്ങളുടെ മേൽ, അല എന്ന് പറഞ്ഞാൽ മേൽക്കും നിങ്ങളുടെ. അപ്പൊ അത് അലൈക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, മനസ്സിലായില്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. റബ്ബുക്കും നിങ്ങളുടെ റബ്ബും ഞങ്ങളുടെ റബ്ബ്. വ ആൻഡ് ലെന ഞങ്ങൾക്കുണ്ട്. ലാ എന്ന് വെച്ച് പറയുമ്പോ ലെന, ഇത് ലാ വേറെ ലാ ഉണ്ട്, തൗക്കീദിന്റെ ലാ എന്ന് പറയും, ഉറപ്പിക്കുന്ന ലാ. ഇതാ ലാ അല്ല, ലെന ഉണ്ട് എന്ന അർത്ഥത്തിലുള്ള ലാ. ലെന ലഹു ലഹ എന്നൊക്കെ പറയാറില്ല. ലക്ക നിനക്ക്, ലഹു അവന്, ലന ഞങ്ങൾക്ക്. അപ്പൊ അക്ക് എന്നുള്ളതിനാണ് ഇവിടെ ലാ എന്ന് പറയുന്നത്. ലന ഞങ്ങൾക്ക്, അഅമാലുന ഞങ്ങളുടെ അമലു, അമാല് എന്ന് പറഞ്ഞാൽ അമലുകൾ, കർമ്മങ്ങൾ. ഓക്കെ, ഈ അമാൽ എന്നുള്ള ഏതിന്റെ ജമ്മാണ്, പ്ലൂറലാണ്? അമലിന്റെ ജമ്മാണ് അമാല്. അമല് അമാൽ, അമല് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്റെ അമലുകൾ സ്വീകരിക്കണേ പഠിച്ചവനെ, എന്റെ കർമ്മം സ്വീകരിക്കണേന്ന്. അപ്പൊ അമാല് എന്ന് പറഞ്ഞ കർമ്മങ്ങൾ. അപ്പൊ വലന ഞങ്ങൾക്കുണ്ട്, അമാലുന ഞങ്ങളുടെ കർമ്മങ്ങൾ. വ ആൻഡ് ലക്കും നിങ്ങൾക്കുണ്ട്. എന്തില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കുണ്ട് അമാലുക്കും നിങ്ങളുടെ കർമ്മങ്ങൾ, അമാല് കർമ്മങ്ങൾക്കും നിങ്ങളുടെ. അപ്പൊ ഇവിടെ ലന അമാലുന വലക്കും അമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഇവിടെ മുഖ്ലിസൂൻ കാണുന്നില്ല അല്ലെ, താഴെ സ്ലൈഡില്. വനഹ്നു ആൻഡ് നഹ്നു ഞങ്ങളാണെങ്കിലോ, ഞങ്ങൾ. നഹ്നു എന്നാൽ ഞങ്ങൾ, ഞങ്ങളാവട്ടെ ലഹു അവന്. ഇവിടെ ഈ ലഹു കണ്ടില്ലേ, ലഹു ആണ് നേരത്തെ മുകളിൽ ഉണ്ടായ ലെന, അല്ലെ? ലക്കും ഒക്കെ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, അവനുണ്ട്. ഇവിടെ ലഹു എന്ന് പറഞ്ഞാൽ അവന്. ഞങ്ങളാണെങ്കിൽ അവൻ എന്താണ്? മുഖ്ലിസൂനാണ്. ഞങ്ങൾ അവനിക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥവും വന്നിട്ടില്ല അല്ലെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഇഖ്ലാസോട് കൂടി ചെയ്യുന്നതാണ്. മുഖ്ലിസി എന്ന് പറയുന്നത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാണ് പറയുക. ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കുന്നതിനാണ് മുഖ്ലിസൂൻ എന്ന് പറയുന്നത്. മുഖ്ലിസൂൻ അതിന് ശരിയായ അർത്ഥം പറയുകയാണെങ്കിൽ, മുഖ്ലിസൂൻ എന്ന് പറയുമ്പോ മുഖ്ലിസ് അതായത് നിഷ്കളങ്കമായി അടിമത്തം അർപ്പിച്ചവർ. അതായത് നിഷ്കളങ്കമായി ഇഖ്ലാസോട് കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥതയോട്. സൂറത്തിൽ ഇഖ്ലാസ് ഇല്ലേ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എന്നുള്ളതാണ്, സിൻസിയറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ആത്മാർത്ഥതയോട് കൂടി അടിമത്തം അർപ്പിച്ചാണ് മുഖ്ലിസ് എന്ന് പറയുന്ന ആള്. മുഖ്ലിസ് എന്നതിന്റെ പ്ലൂറലാണ് മുഖ്ലിസൂൻ എന്ന് പറയുന്നത്. മുഖ്ലിസൂൻ, മുഖ്ലിസ് അതായത് അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്. അഖ്ലസ എന്ന് പറഞ്ഞാല് ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുന്നു. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. അപ്പൊ ലഹു അവർക്ക് ഞങ്ങൾ മുഖ്ലിസൂനാണ്, ഞങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രമായി അടിമത്തം അർപ്പിച്ചവരാണ്. മുഖ്ലിസൂൻ. അപ്പൊ ഈ ആയത്ത് എന്തൊരു സിമ്പിളാ നോക്കൂ. കുൽ പ്രവാചകനെ നീ അവരോട് പറയുക, കുൽ അതുഹജ്ജൂനന നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ, ഫില്ലാഹി അള്ളാഹുവിന്റെ കാര്യത്തിൽ, വ ആൻഡ് ഹുവ റബ്ബുന വ റബ്ബുക്കും അവനാണെങ്കിൽ ഞങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെയും റബ്ബാണ്. വ ആൻഡ് ലന അമാലുന വലക്കും അമാലുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുണ്ട്. അതായത് അമാൽ എന്ന വാക്ക് മാത്രമാണ് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അത് വളരെ സിമ്പിൾ. വനഹ്നു ഞങ്ങളാണെങ്കിലോ ലഹു അവന് മുഖ്ലിസൂൻ. മുഖ്ലിസ് ആത്മാർത്ഥതയോടുകൂടി അടിമത്തം അർപ്പിച്ച ആളുകളാണ്, മറ്റവരാണ് എന്ന് പറയാണ്. ഇവിടെ അള്ളാഹു ആണ് നമ്മുടെ എല്ലാം നാഥനെന്നും അവനെയാണ് അനുസരിക്കേണ്ടതെന്നും മാത്രമല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഞങ്ങളോട് തർക്കിക്കാൻ എന്തിരിക്കുന്നു? അതായത് ഇവര് പ്രവാചകൻ, മുസ്ലിങ്ങളായ ആളുകൾ മറ്റവരോട് ചോദിക്കുകയാണ്. പ്രവാചകനെ അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളായ ആളുകളോട് ചോദിക്കണം, എന്താണ് തർക്കിക്കാനിരിക്കുന്നു? നമ്മുടെ എല്ലാം നാഥൻ അള്ളാഹു ആണ്, അവനെയാണ് അനുസരിക്കേണ്ടത്. അത് മാത്രല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിൽ എന്ത് തർക്കിക്കാൻ, എന്ത്? അതുഹാജൂനന ഞങ്ങളോട് എന്തിനാണ് തർക്കിക്കുന്നത്? ഇനി അഥവാ തർക്കിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കല്ല, ഞങ്ങൾക്കാണ്. കാരണം എന്താ? അള്ളാഹു അല്ലാത്തവരെ അടിമത്തത്തിന് അർഹമായി അംഗീകരിക്കുന്നത് നിങ്ങളാണ്, ഞങ്ങളല്ല. അതുഹാജൂനന ഫില്ലാഹി എന്നതിന് നിങ്ങൾ ഞങ്ങളോട് തർക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ എന്നും ചില അർത്ഥം പറയാം. അതായത് അപ്പോൾ അതിൽ രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുന്നു, അതോ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണോ തർക്കിക്കുന്നത് എന്നും അർത്ഥം പറയാം. ഫില്ലാഹി എന്നുള്ള വാക്കിന്, ഫി എന്നതില് അള്ളാഹുവിന് വേണ്ടിയാണോ അതോ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ എന്ന് രണ്ടു തരത്തിലും അത് അർത്ഥം പറയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യത്തിൽ, അതായത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ തർക്കിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ഈ തർക്കം വാസ്തവത്തിൽ സ്വാർത്ഥപരമല്ല, ദൈവത്തെ ഉദ്ദേശിച്ചുള്ളതാണ് എങ്കിൽ അതിന് വളരെ എളുപ്പത്തിൽ പരിഹാരം കാണാം. അതായത് മനസ്സിലായില്ലേ? ചില ആളുകൾ തർക്കിക്കുന്നത് വെറുതെ തർക്കത്തിന് വേണ്ടി, ആദ്യം പറഞ്ഞ അള്ളാഹുവിന്റെ കാര്യത്തിൽ വെറുതെ തർക്കിക്കുക. രണ്ടാമത് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ആണ് നിങ്ങൾ തർക്കിക്കുന്നതെങ്കിൽ, അതായത് അവർക്ക് സത്യം അറിയാനും ദൈവത്തിന്റെ പ്രീതി, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു തർക്കമുണ്ടല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ലേ, നമുക്ക് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് നമ്മൾ അറിയാൻ വേണ്ടി അങ്ങ് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുന്ന, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള തർക്കമാണ്. ആ ഇസ്ലാമിൽ തർക്കമില്ല എന്നുള്ള വേറെ വിഷയം. തർക്കം എന്നല്ല ഉദ്ദേശിക്കുന്ന ആ ഒരു സംസാരം എന്നുള്ള തരത്തിൽ പറയുകയാണെങ്കിൽ, അത്തരത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. മനസ്സിലായി? അപ്പൊ മനസ്സ് ശുദ്ധമാണ്. അത്തരത്തിലുള്ള നിങ്ങൾ വാസ്തവത്തിൽ സ്വാർത്ഥപരമായിട്ടല്ല, അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിന് പരിഹാരം കാണാം. കാരണം സത്യസന്ധമായ മനസ്സുകൊണ്ടാണ്, അവിടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അതിന് തർക്കിക്കുന്നതെങ്കിൽ അവിടെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുകയും ആ മനുഷ്യൻ അള്ളാഹുവിന് അടിമപ്പെടുകയും ചെയ്യും. പക്ഷെ നേരെ മറിച്ച് തർക്കം എന്നുള്ള ഉദ്ദേശത്തിലും വക്രത ഉദ്ദേശിച്ചുകൊണ്ടാണ് തർക്കിക്കുന്നത്, അതിനൊരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. ആ തർക്കത്തിലൊട്ട് ഒരാൾക്കും നന്മ കിട്ടുകയുമില്ല. അത് കേൾക്കുന്നവരടക്കം അത് വളഞ്ഞ രീതിയിലാണ്, ശരിയായ സത്യം അവിടെ മറച്ചു വെക്കപ്പെടും. അങ്ങനെ ഒരുപാട് വിഷയം തർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഖുറാനില് ഒരുപാട് സ്ഥലങ്ങളിൽ ആയത്തുകൾ തുടങ്ങുന്നത് കുൽ എന്ന വാക്ക് വെച്ചിട്ടാണ്. കുൽ, നീ പറയുക. പ്രവാചകനോട് അല്ലാഹ് പറയാണ്, നീ പറയുക. അപ്പൊ അങ്ങനെ കുൽ എന്ന് പറയാതെ തന്നെ പറഞ്ഞാ മതിയല്ലോ. ശരിക്കും ചില ആയത്തുകളൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ ചില ആയത്തുകൾ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് അതിന്റെ ആദ്യത്തില് നീ പറയുക എന്ന് പറഞ്ഞിട്ട് ആയത്ത് പറയുന്നുണ്ട്. നീ പറയുക. പക്ഷെ മറ്റേ ആയത്തുകളൊക്കെ പറയാനുള്ളത് തന്നെയാണ്. മുഴു സമൂഹത്തോടും പ്രവാചകന് പറയാനുള്ളത് തന്നെയാണ് കുൽ എന്ന് തുടങ്ങാത്ത ആയത്തുകളും. പക്ഷെ എന്തുകൊണ്ട് ചില ആയത്തുകൾക്ക് മാത്രം കുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി എന്നതിനൊരു യുക്തിയുണ്ട് എന്നാണ് തഫ്സീറിൽ പറയുന്നത്. അതായത് പിന്നെ ഇത് നബിനോട് പറയണത് എന്താ വെച്ചാൽ, നീ പറയുക എന്ന് പറയുമ്പോൾ നബി ഒരിക്കലും സ്വന്തം ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ശുദ്ധത കൊണ്ടോ പാവത്താനായത് കൊണ്ടോ അല്ലെങ്കിൽ നബിക്ക് ഈ മനുഷ്യന്മാരോടുള്ള ഒരു വല്ലാത്ത ഒരു അനുഭൂതി കൊണ്ടോ എന്ന് സ്വന്തമായിട്ട് പറയുന്ന വാക്കുകളല്ല ഇത്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ മോനെ എന്റെ ഒരു അടുത്ത വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് പറഞ്ഞയക്കാണ്, ഒരു സാധനം കൊടുത്തയക്കാണ്. അപ്പൊ ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല. അവൻ അവൻ്റെതായ വാക്കുകൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ഇതാ ഇന്ന സാധനം എന്റെ ഉമ്മ തന്നതാണ് എന്ന് അവൻ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വിടും. എന്തോ ആയിക്കോട്ടെ, അവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. പക്ഷെ ചില കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയത്തിൽ കുറച്ച് ഗൗരവമുള്ള ഇപ്പൊ 1000 10,000 രൂപയൊക്കെ കൊടുത്തയക്കുമ്പോ അത് നമ്മൾക്ക് വേറൊരാളെ ഏൽപ്പിച്ച പൈസ നമ്മൾക്ക് അപ്പുറത്ത് കൊടുക്കാനാലും പറഞ്ഞതാണ്. നമ്മൾ എന്ത് പറയും കുട്ടിയോട്? നീ ഇങ്ങനെ പറയുക. ഇങ്ങനെ പറയുക, ഇന്നയാള് ഇന്ന സമയത്ത് ഇന്നലെ കൊണ്ടുവന്നതാണ് ഈ സാധനം എന്ന് അവര് പറയുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിക്കില്ലേ? അപ്പൊ അതെന്താണ് പറയുന്നത്? ആ ഒരു പ്രത്യേക കാര്യം അവന്റെ ഹൃദയത്തിൽ നിന്നല്ല അത് ശരിക്കും ഈ പറഞ്ഞ ആ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം. പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അതേപോലെ ആ മെസ്സേജ് അവിടെ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നീ പറയുക എന്ന രീതിയിൽ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അള്ളാഹു സംസാരിക്കുന്ന പോലെ അള്ളാഹു പറയാണ്, പ്രവാചകനെ നീ ഇങ്ങനെ പറയുക. അതായത് പ്രവാചകൻ നടുവിൽ ജസ്റ്റ് ഒരു പോസ്റ്റ്മാന്റെ ഒരു ഡ്യൂട്ടി എന്നൊക്കെ പറയില്ല, നമ്മള് ജസ്റ്റ് അങ്ങ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രവാചകന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളൊന്നും അല്ല എന്ന് കുറിക്കാൻ ഈ കുൽ എന്ന വാക്കിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊരു മഹോന്നതമായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് സംബോധിതരെ പ്രത്യേകം ഉണർത്തുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം അവിടെ ഉണ്ട്. അതായത് ഈ തുടർന്ന് കുൽ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് നൽകുന്ന സന്ദേശം ഗൗരവമുള്ളതാണെന്നും അത് സന്ദേശവാഹകന്റെ വകയല്ല, മറിച്ച് മഹോന്നതനായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള സംബോധന പ്രത്യേകം ഉണർത്തുക എന്നുള്ളതാണ് ഈ കൊല്ലിന്റെ യുക്തി. മനസ്സിലായില്ലേ? ഇതൊരു പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല ആയത്തുകളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അതോടൊപ്പം സമാന പ്രശ്നങ്ങളിലും സന്ദർഭങ്ങളിലും ഓരോ സത്യവിശ്വാസിയും പറയേണ്ടത് ഇങ്ങനെയാണെന്ന നിർദ്ദേശവും അതിൽ ഉൾക്കൊള്ളുന്നു. ഇതിൽ നമ്മൾക്കും ഒരു പാഠമുണ്ട്. ഇത് ഖുറാന്റെ അമാനുഷികത ഉണ്ട് എന്നതിനപ്പുറം നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെട്ട് പറയുമ്പോ സംസാരിക്കുമ്പോ ഒക്കെ നമ്മളുടേതായ അഭിപ്രായങ്ങൾ ഉള്ളിൽ നിന്ന് പറയുന്നതിന് പകരം
ഇതാ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് ശരിക്കും എന്താണ്, നമ്മളല്ല അവിടെ, നമ്മളെ ഹൃദയത്തിൽ നിന്നല്ല അതിന്റെ അഭിപ്രായ രൂപീകരണം ഒന്നും വന്നത്, മറിച്ച് അത് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ അവിടെ ആ പ്രശ്നത്തിൽ പറയാണ്. മനസ്സിലായില്ല? അപ്പൊ നമ്മളോടും കൂടി പറയാണ്, ചില വിഷയങ്ങളിൽ ഗൗരവമായ പ്രശ്നങ്ങളിലും സന്ദർഭങ്ങളിലും ഇടപെടുമ്പോ ഓരോ സത്യവിശ്വാസിയും പറയേണ്ടത് ഇങ്ങനെയാണ് എന്നതിന്റെ ഒരു ഉണർത്തലും കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക്, ഞാൻ എന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാവില്ല ആ വിഷയത്തിൽ, മറിച്ച് അള്ളാഹുവിന്റെ ഖുറാനും ഹദീസും വെച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ അവിടെ ഒരു സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് നമുക്കുള്ള ഒരു പാഠമാണ്. പിന്നെ ഇവിടെ ഈ അടിസ്ഥാനത്ത് പ്രത്യേക കുൽ എന്ന കൽപ്പനയുടെ താല്പര്യം ഇതാണ്: മതവിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന ഭേദക്കാരുടെ നേരെ നിങ്ങൾ പ്രകോപിതരാകരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രവാചകനോട്, നിങ്ങൾ വെറുതെ വൈകാരികമാവരുത്, ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല, അവരെ തർക്കിച്ച് തോൽപ്പിച്ചേ തീരൂ എന്ന് വാശി പിടിക്കുകയും വേണ്ട. നിങ്ങൾ അവരെ നേരിടാൻ സ്വീകരിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന രീതി ഇതാണ്. അതായത് അവരോട് അള്ളാഹ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യേ. അവരോട് പറയുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുന്നത് എന്തിനാണ്? അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനാണല്ലോ. ഞങ്ങളുടെ വിശ്വാസവും കർമ്മവും ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസാചാരങ്ങൾ നിങ്ങൾ ഞങ്ങളിൽ പ്രബോധനം ചെയ്തിട്ടുണ്ടല്ലോ. അത് സത്യമായിരുന്നിട്ടും ഞങ്ങൾ തള്ളിക്കളഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ നാഥൻ നാളെ അതേപ്പറ്റി ഞങ്ങളെ വിചാരണ ചെയ്യുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യും. അതായത് ഇവിടെ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ യുക്തിപരമായിട്ടാണ് ഈ ഒരു വാക്ക് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളോട് എന്തിനാ തർക്കിക്കുന്നത്? ഞങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എന്തിനാ ഞങ്ങളോട് തർക്കിക്കുന്നത്? ഞങ്ങള് ഇപ്പൊ വേറെ ഒന്നിനെയും ആരാധിക്കാനല്ല പറയുന്നത്. നിങ്ങളാണ് അള്ളാഹുവിന് പുറമെ വേറെ പല ദൈവങ്ങളെയും ആക്കി ആരാധിക്കുന്നത്. പല സാധനത്തിനെയും ദൈവമാക്കിയിട്ടും ദൈവപുത്രനായിട്ടും ആരാധിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളാണ് ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താണ്? അള്ള മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അള്ളാഹിന് മാത്രം അനുസരണം എന്നേ പറയുന്നത്. അപ്പൊ ഞങ്ങളോട് തർക്കിക്കാൻ മാത്രം എന്താണ് ഞങ്ങളോട്? ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തർക്കിക്കാൻ ഉണ്ടെങ്കിലല്ലേ തർക്കിക്കണ്ടു എന്ന് പറയുന്നു. ഇനി വേറൊരു കാര്യം, ഞങ്ങൾ ഈ പറയുന്നതില് തെറ്റാണെങ്കിൽ, ലനാ അമാലുന വലക്കും അമാലുക്കും, അതായത് ഞങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ പറയുന്ന തെറ്റാണെങ്കിൽ അലനാ അമാലുന, ഞങ്ങൾ ഈ ചെയ്യുന്ന കർമ്മത്തിന് ഉത്തരവാദിത്തം ആരാണ്? ഞങ്ങൾക്കാണ്. വലക്കും അമാലുക്കും, ഇനി നിങ്ങൾ ഞങ്ങളോട് പറയുന്ന കാര്യം ഉണ്ടല്ലോ, അള്ളാഹിന്റെ കൂടെ പുത്രൻ ഉണ്ടെന്നും മറ്റും ഒക്കെ, ഇനി അത് ആണ് സത്യമെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നിങ്ങളും ഞങ്ങളും വേറെ വേറെയാണ് ഉത്തരവാദിയാവുക. നിങ്ങളാണ് സത്യമെങ്കിൽ എന്താണ്? നിങ്ങളുടെ ഒരു കർമ്മങ്ങൾ നിങ്ങൾ തന്നെയാണ്. അത് തെറ്റാണെങ്കിലും അതിന് ഉത്തരവാദിത്വം നിങ്ങളുടെ മേലെ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാതെ ആരും ആരുടെയും മേലെ ഒരു ഇതും ശിക്ഷയിലോ നിങ്ങൾ പങ്കാളികളാകേണ്ടി വരില്ല. ഇനി ഞങ്ങൾ പ്രബോധനം ചെയ്യുന്ന വിശ്വാസ ആചാരങ്ങളാണ് സത്യവും ധർമ്മവുമെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അതിനെ തള്ളിക്കളയുമായിരുന്നുവെങ്കിൽ നമ്മുടെ നാഥൻ നാളെ അതിനെക്കുറിച്ച് നിങ്ങളെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കൂറും ഭക്തിയും സമർപ്പണവും അനുസരണവും അടിമത്വവുമെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അവന്റെ മാത്രം പ്രീതി കാംക്ഷിച്ചുകൊണ്ടുള്ളതാണ്. ഗോത്രവികാരങ്ങളുടെയോ വംശീയ അഭിമാനത്തിന്റെയോ പൗരോഹിത്യ സ്വാർത്ഥങ്ങളുടെയോ ദേശീയ പക്ഷപാതിത്വങ്ങളുടെയോ മായം ചേർന്നതല്ല ഞങ്ങളുടെ വിശ്വാസവും ഭക്തിയും. ഈ വിധം നിഷ്കളങ്കവും നിസ്വാർത്ഥവും ഋജുവുമാണ് നിങ്ങളുടെ വിശ്വാസാദർശങ്ങളും കർമ്മജീവിതം എന്ന് മനസാക്ഷിയെ മുൻനിർത്തി നിങ്ങൾക്ക് പറയാനാകുമോ? അതായത് ഇവരെന്ന് പറയുന്നത് വംശത്തിന്റെ പേരിലാണ് അധികവും ഊറ്റം കൊള്ളുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ക്രിസ്ത്യാനികളാകട്ടെ ജൂതന്മാരാവട്ടെ, അവരവരുടെ വംശത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്നവരാണ്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പ്രവാചകന്റെ പരമ്പരയിൽ പെട്ട് വന്നവരാണ്. ഞങ്ങൾ യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ സന്തത പരമ്പരയിൽ വെച്ച് ആ വംശീയമായിട്ടാണ് അവരുടെ കർമ്മങ്ങൾ ഉയർന്നു കാണുക. അതുകൊണ്ട് ഞങ്ങൾ എന്താണ്? ഞങ്ങൾ ഭയങ്കരമാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയാണ്, നിങ്ങളെ പോലെ ഗോത്രത്തിനും വംശത്തിനും സ്ഥാനം കൊടുക്കാതെ ഞങ്ങൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലെ? വളരെ നിഷ്കളങ്കമായിട്ട് മനുഷ്യൻ സ്വന്തത്തിനെ, ഏത് വംശക്കാരനാകട്ടെ, ഗോത്രക്കാരനാകട്ടെ, തറവാടിയാകട്ടെ, കുടുംബത്തിലാവട്ടെ, ഒരു പ്രാധാന്യവുമില്ല അള്ളാഹുവിന്റെ മുന്നിൽ. താനും തന്റെ കർമ്മവും ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും എന്നാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൻ ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തക്കവയുള്ളവനാണ്.
അല്ലാതെ വംശത്തിനൊന്നും യാതൊരു ആരുടെ മകനോ തന്റെ ഭാര്യ ഇങ്ങനെയാ തന്റെ ഭർത്താവ് ഇങ്ങനെയാണ് മക്കള് ഭയങ്കര പുണ്യവാളന്മാർ ഒരു സാധ്യതയും അവിടെ ഇല്ല. അപ്പൊ ഇതാണ് ഈ ഒരു ആയത്തിന്റെ ഇത് പറയുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത കാനൂ ഹൂദൻ ഔ നസാറ ഖുൽ അഅൻതും അഅലമു അമില്ലാഹ് വമൻ അദ്ലമു മിമ്മൻ കതമ ശഹാദതൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അതല്ല, ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് സന്തതികളും എല്ലാം മതക്കാരായിരുന്നു അഥവാ ക്രിസ്തു മതക്കാരായിരുന്നു എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ ചോദിക്കുക, നിങ്ങളാണോ ഏറെ അറിയുന്നത് അതോ അള്ളാഹുവോ? തന്റെ വശം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സാക്ഷ്യം ഉണ്ടായിരിക്കുകയും എന്നിട്ട് അതിനെ ഒളിച്ചു വെക്കുകയും ചെയ്തതിനേക്കാൾ അക്രമി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല തന്നെ. അതായത് ക്രിസ്ത്യാനികളോട് പ്രത്യേകം അല്ല ചോദിക്കാണ്, നിങ്ങൾ പറയുന്നത് എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ നബിയും ഇസാഖും യാക്കൂബ് നബിയും യാക്കൂബിന്റെ ബാക്കിയുള്ള സന്തത പരമ്പര ഉണ്ടല്ലോ, പ്രവാചക സന്തതി പരമ്പരകളൊക്കെ എല്ലാരും ജൂതന്മാരും ക്രിസ്ത്യാനികളായിരുന്നു എന്നാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതാണോ? എല്ലാരും ജൂതന്മാരായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു? എന്നാ പിന്നെ ചോദിക്കുകയാണ്, നിങ്ങളാണോ അറിയുന്നത് ശരിക്കും അല്ലേ അറിയുന്നത്? അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഇവരിപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ ഈ പ്രവാചകന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. ഇവർക്ക് മുന്നേ എപ്പോഴോ കഴിഞ്ഞു പോയ പ്രവാചക പരമ്പരയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അവര് വാദിക്കുകയാണ്, ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ഭയങ്കര ക്രിസ്ത്യാനികളും ജൂതന്മാരായിരുന്നു എന്ന് പറയുന്നപ്പോ മറുപടിയായിട്ട് ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങളാണോ ഇത് ഏറെ അറിയുന്നവൻ അതോ അള്ളാഹുവോ? അള്ളാഹു ആണല്ലോ ഇതേറെ അറിയേണ്ടവൻ. കാരണം അന്ന് മുതലും ഇന്നും അന്നും ഉള്ളവൻ ആരാണ്? അള്ളയാണ്. അപ്പൊ അവരാരായിരുന്നു എന്ന് ശരിക്കറിയുന്നവൻ ആരാ? അള്ളയാണ്. അപ്പോ തന്റെ വശം ഇതെന്താ പറയുന്ന വെച്ചാൽ, തന്റെ വശം അള്ളാഹുവിങ്കിൽ നിന്നുള്ള സാക്ഷ്യം ഉണ്ടായിരിക്കുകയും എന്നിട്ട് അതിനെ ഒളിച്ചു വെക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി. അതായത് എന്താണ് അവർ ഒളിച്ചു വെച്ചത്? ഇപ്പൊ വന്ന ഈ മുഹമ്മദ് നബി, ഈ പ്രവാചകൻ ശരിക്കുമുള്ള സത്യപ്രവാചകനാണെന്നും ആ ഒരു പ്രവാചക പരമ്പരയിൽപ്പെട്ട അവസാന കണ്ണിയാണ് എന്നും ഇവരുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി ആ റബ്ബ്, ആ അള്ളാഹ്, അന്നുള്ള ആ പ്രവാചകന്മാരെ നിയമിച്ച അള്ളാഹ് ഈ ഗ്രന്ഥത്തിൽ ഇവരോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ മുഹമ്മദ് നബിയെ കുറിച്ച്. എന്നിട്ട് ഇവർ ആ സാക്ഷ്യത്തെ അവരതിനെ മനഃപൂർവ്വം ഒളിച്ചു വെച്ചു. ആ ഒളിച്ചു വെച്ച ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല തന്നെ എന്നാണ് ഇവരോട് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ വാക്കർത്ഥം നോക്കിക്കോളൂ. അതല്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓർ, അല്ലെങ്കിൽ അതല്ല. തഖൂലൂന, നിങ്ങൾ പറയുന്നുവോ? തഖൂലൂന എന്നുള്ളത് ഇത് കൂടി വരുമ്പോ പറയുന്നുവോ എന്നുള്ള രീതിയിലാവട്ടോ. തഖൂലൂന, നിങ്ങൾ പറയുന്നുവോ. ഈ തഖൂലൂന എന്ന വാക്ക് എങ്ങനെ വരുന്നതാണ്? കാല എന്ന വാക്കിൽ നിന്ന് അല്ലെ? കാല പറഞ്ഞു, യഖൂലു അവൻ പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, തഖൂലു നീ പറയുന്നു, തഖൂലൂന നിങ്ങൾ പറയുന്നു അല്ലെ? അപ്പൊ തഖൂലു, അപ്പൊ തഖൂലൂന, ഇവിടെ താ കണ്ടോ, വാവും നൂനും കണ്ടു. ഇത് രണ്ടും നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കണം പ്ലൂരൽ ആണ്. അവസാനം വാവും നൂനും വന്നാൽ പ്ലൂരൽ ആണ്, ആദ്യം താ വന്നാൽ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറയുന്നുവോ? എന്ത് പറയുന്നുവോ? തീർച്ചയായും ഇബ്രാഹിം നബി ആൻഡ് ഇസ്മായിൽ നബി ആൻഡ് ഇസ്ഹാഖ് നബി യാക്കൂബ് നബിയും അൽ അസ്ബാത്ത് എന്ന് പറഞ്ഞാല് സന്തതി പരമ്പര, അതായത് സന്താനങ്ങൾ, അതിന് ശേഷം വരുന്ന എല്ലാവരും എന്നുള്ള അർത്ഥത്തിൽ അസ്ബാത്ത് എന്ന് പറയും. യാക്കൂബ് വൽ അസ്ബാത്ത എന്നാണ് ഖുറാനിൽ പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളത്. അസ്ബാത്ത് സന്തതി പരമ്പര. ഖാനൂ അവരായിരുന്നു എന്ത്? ഹൂദൻ യഹൂദി, അതായത് ജൂതർ. അല്ലെങ്കിൽ നസ്രാണി എന്ന് പറയുന്ന ആരെയാണ്? ക്രിസ്ത്യാനികളെയാണ് പറയുന്നത്. നസാറ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? മനസ്സിലായില്ലേ? ഇതിലാകെ ഒരു വാക്ക് പുതിയതായിട്ടൊന്നുമില്ല. അസ്ബാത്തുന്ന് സന്തതി പരമ്പര നിങ്ങൾ അറിയാതിരിക്കും. അതുപോലെ തഖൂലൂന എന്ന വാക്ക്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയുകയാണോ ഇത്രയും പ്രവാചകന്മാർ, തീർച്ചയായും ഇത്രയും പ്രവാചകന്മാർ കാനു ഹൂദൻ ഔ നസാറ, അവര് ഹൂദോ അല്ലെങ്കിൽ നസാറയായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാണ്. ഖുൽ അവരോട് പറയുക, എന്ത് പറയുക? അൻതും എന്ന് പറഞ്ഞാൽ ആണോ,
അൻതും നിങ്ങളാണോ അലമു ഏറ്റവും അറിയുന്നവൻ. അലമു എന്ന് പറഞ്ഞാൽ അലിമ യഅലമു എന്ന് പറയുന്നത്, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, യഅലമു അവൻ അറിയുന്നു, അലമു എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയുന്നവൻ എന്നാണ്. നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാറില്ലേ, അതായത് അള്ളാഹു അക്ബർ, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ അള്ളാഹു ആണ്, അള്ളാഹു അക്ബർ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അള്ളാഹു ആലം, അള്ളാഹു ആലം അല്ലെ. ചില വിഷയങ്ങൾ നമുക്ക് അറിയാതിരിക്കുമ്പോൾ അവസാനം അള്ളാഹു ആലം എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു ആലം, ആ ആലം തന്നെയാണ് ഈ ആലം. ഓക്കെ, ആ ആലം എന്ന് പറയുന്ന ഏറ്റവും അറിയുന്നവൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് അറിയുന്നവൻ അള്ളാഹു ആലം, അള്ളാഹു ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയുന്നവൻ. അപ്പൊ കുൽ, നീ അവരോട് ചോദിക്കുക, അൻതും അലമു അമില്ല, അൻതും അലമു അമില്ല, അതായത് അൻതും അലമു നിങ്ങളാണോ ഏറ്റവും അറിയുന്നവൻ, അമില്ല അം അള്ളാന്നാണ് ഇത് ട്ടോ ശരിക്കും. അം ഈ മോളിലുള്ള തന്നെയാണ് ഈ അമി എന്ന് വന്നതും. എന്തുകൊണ്ടാ എന്നുള്ളത്? അപ്പോ ഇവിടെ രണ്ട് സുക്കൂൻ, ഇതിന് മുന്നേ പറഞ്ഞിരുന്നു, ഇൽത്തിഖാഉ സാക്കിന എന്ന നിയമം വരുമ്പോൾ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി വരുമ്പോൾ ആദ്യത്തെ വാക്കിലെ ആ അക്ഷരം, അവസാനത്തെ അക്ഷരം എന്നുള്ള സുക്കൂന്, ആദ്യത്തെ വാക്കിലെ ആ സുക്കൂൻ എന്താവും? അത് ഹറക്കത്ത് മുതഹരിക്കയായി മാറും. അതാണ് എന്നുള്ളത് അമി എന്ന. അല്ലാതെ നമ്മൾ എങ്ങനെ ഖുർആൻ ഓതും? ഇത് തജ്വീദ് നിയമത്തിലെ ഒരു ഇതാണ്, പാരായണത്തിലെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാ എന്ന് പറയാം, അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ അമില്ല, ഓക്കെ, അമില്ല. അപ്പൊ കുൽ അൻതും അഅലമു അമില്ല, അള്ളാഹു ആണോ അതോ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ അറിയുന്നത്? ആൻഡ് മൻ, ആരുണ്ട്? മൻ എന്നാൽ ആര്, മിൻ എന്നാൽ ഫ്രം, അല്ലെ, ൽ നിന്നും. മൻ ആരാണ്? അദ്ലമു ഏറ്റവും കടുത്ത അക്രമി. അദ്ലമു എന്ന വാക്ക് ഓർത്തു വെക്കാൻ എളുപ്പം എന്താണ്? ദുൽമ് ചെയ്യാന്ന് പറയില്ലേ, ദുൽമ് അക്രമം ചെയ്യരുത് എന്ന് പറയില്ലേ, ദുൽമ് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പൊ അദ്ലം എന്ന് പറയുന്ന വാക്കും ആലം എന്ന വാക്കും ഒരേ രൂപമാണ് കേട്ടോ, അതിന്റെ രൂപം ഒന്നാണ്. അദ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമി. ആ അക്രമി, ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? എങ്ങനെ ആരാണ്? മിമ്മൻ, അദ്ലമു മിമ്മൻ, ആരിൽ നിന്നും, കത്തമ ആരെക്കാൾ, അതായത് മിമ്മൻ എന്നുള്ള ഒരു പ്രയോഗമാണ്. അദ്ലമു മിമ്മൻ, അദ്ലമു മിമ്മൻ എന്നുള്ള ഒരു പ്രയോഗം. നമ്മൾ ബെറ്റർ ദാൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഫോമാണ് അത്. ഇംഗ്ലീഷിൽ ആ ഫോമാണ് അദ്ലമു മിൻ എന്നുള്ളത്. അപ്പൊ അദ്ലമു മിമ്മൻ, അതിനേക്കാൾ ആരുണ്ട്, അക്രമി ആരുണ്ട്? കത്തമ അവൻ മറച്ചു വെച്ചു. എക്തുമൂന എന്നുള്ളല്ലേ കുറെ സ്ഥലങ്ങൾ ഖുറാനിൽ വന്നല്ലേ എക്തുമൂന എന്നുള്ളത്. അപ്പൊ കത്തമ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, കത്തമ എക്തുമു. ഷഹാദത്തൻ, ഷഹാദത്ത് എന്ന സാക്ഷി, ഷഹാദത്ത് അല്ലെ. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഷഹീദ് എന്ന രക്തസാക്ഷിക്ക് ഷഹീദ് എന്ന് പറയും, അതായത് രക്തം കൊണ്ട് തന്റെ ആദർശത്തിനോട് സാക്ഷ്യം വഹിച്ച ഷഹീദ്. അപ്പൊ ഷഹാദത്ത് സാക്ഷ്യം. ഇന്ദഹു അവന്റെ അടുത്തുള്ള സാക്ഷ്യത്തെ, അതായത് ആ ഒരു വിറ്റ്നസ് ആയ കാര്യത്തെ മറച്ചു വെക്കാണ് മനഃപൂർവ്വം. കത്തമ മറച്ചു വെച്ചു, ഷഹാദത്തെ സാക്ഷ്യത്തെ, ഇന്ദഹു അവന്റെ കയ്യിലുള്ള സാക്ഷ്യത്തെ, മിനല്ലാ അള്ളാഹുവിൽ നിന്ന് അവൻ മറച്ചു വെക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവൻ മറച്ചു വെക്കുകയാണ് അതിനെ. അള്ളാഹു കൊടുത്ത ആ ഒരു കാര്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണ് എന്ന് സ്വന്തം ഗ്രന്ഥത്തില് തെളിഞ്ഞു വന്നിട്ട് അത് മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അതിലം ആരുണ്ട്, അക്രമി ആരുണ്ട്? വമല്ലാഹു ആൻഡ് മാ അല്ല, അള്ളാഹു അല്ല. മാ എന്നത് രണ്ടർത്ഥമുണ്ട്, അല്ല എന്നും യാതൊന്ന് എന്നും എന്ത് എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലെ. മാ ഇവിടെ അല്ല എന്നർത്ഥം. മാ അള്ളാഹു അല്ല, എന്തല്ല? ഗാഫിലല്ല, ബിഗാഫിലിൻ, എന്താണ്? ഗാഫിലല്ല, ഗാഫിൽ എന്ന അശ്രദ്ധൻ, ഗാഫിലൂൻ എന്നൊക്കെ ഉണ്ട്, ഗാഫിലൂൻ അശ്രദ്ധൻ. ഗാഫിൽ അശ്രദ്ധനല്ല. അമ്മ എന്നുള്ള വാക്ക് എന്താണ്? അൻ പ്ലസ് മായാണ് അമ്മ എന്നത്. അൻ എന്ന അബൌട്ട്, അതായത് കുറിച്ച്. മാ എന്താണോ, തഅമലൂന അവർ, അല്ല നിങ്ങൾ, എന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല. മല്ലാഹു ബിഗാഫിൽ, അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. മനസ്സിലായില്ലേ? ഈ ആയത്ത് ഒന്നും കൂടി പറഞ്ഞു നോക്കൂ. വളരെ വലിയൊരു ആയത്താണ് കാണുമ്പോ, പക്ഷെ അത് മുറിച്ച് അർത്ഥം പറയുമ്പോ എന്തൊരു എളുപ്പമാണ് ആയത്ത്. അപ്പൊ തഖൂലൂന നിങ്ങൾ പറയുകയാണോ, എന്ത്? ഇന്ന ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത്, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇബ്രാഹിം നബി, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, അൽ അസ്ബാത്ത്. അസ്ബാത്ത് എന്ന് പറഞ്ഞ സന്തതികൾ.
കാനു ഹൂദൻ ഔ നസാറ, അവരൊക്കെ ഹൂദായിരുന്നു, യഹൂദിയായിരുന്നു, നസാറയായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഫഖുൽ, നീ പറയുക, അവരോട് പറഞ്ഞ, അഅൻതും അഅലമു അമില്ല, അള്ളാഹു ആണോ നിങ്ങളാണോ ഏറ്റവും അറിയുന്നത്, അമില്ല അള്ളാഹു ആണോ? വമൻ അദ്ലമു, ഏറ്റവും ഏറ്റവും കടുത്ത അക്രമി ആരുണ്ട്? മിമ്മൻ ഖതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കലുള്ള ഷഹാദത്ത് സാക്ഷ്യം അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചവനേക്കാൾ അദ്ലമായവൻ ആരുണ്ട്? വമല്ലാഹു, അള്ളാഹു അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധൻ, അമ്മ, എന്തിനെ കുറിച്ച്, തഅമലു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല തന്നെ. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾക്കും ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾക്കും ഉത്തരവാദികളാണ്. അതായത് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അടിമത്തവും കീഴ്വണക്കവും വിഭജിച്ച് അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെയും ദിവത്വത്തിൽ പങ്കുചേർത്ത് ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് അനന്തരഫലം നിങ്ങൾ തന്നെ കാണാറാവുകയും ചെയ്യും. നിങ്ങളെ ബലം പ്രയോഗിച്ച് അതിൽ നിന്ന് തടയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അടിമത്വവും അനുസരണവും ആരാധനയുമല്ല അള്ളാഹുവിന് മാത്രമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം ഈ അനാവശ്യമായ തർക്കം സ്വയം അവസാനിക്കുന്നതാണ്. ഈ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞത് ഇപ്പോ അതിന് മുന്നേ ഉള്ള ആയത്തിനോട് കണക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ അത് അപ്പുറത്ത് ഇത് ഈ ആയത്തിന്റെയാണ്, ഇതിന് മുന്നേ ഉള്ള ആയത്തിൻ്റെതാണ്. അതങ്ങോട്ട് അവിടെ ആയിപ്പോയതാണ്. ഇനി ഇവിടെ അടുത്ത ഈ ആയത്തിൽ പറഞ്ഞു, ഈ മഹാത്മാക്കളായ പ്രവാചകന്മാരെല്ലാം യഹൂദരോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്നും തെറ്റിദ്ധരിച്ച അവശരായിരുന്ന യഹൂദരിലെയും ക്രിസ്ത്യാനികളെയും പാമര ജനങ്ങളോടാണ് ഈ അഭിസംബോധന. അതായത് ഇവിടെ പറയുന്ന ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളാണോ അറിയുന്നത് അള്ളാഹു ആണോ എന്നുള്ള ചോദ്യം ശരിക്കും ആരോടാ ചോദിക്കുന്നത് വെച്ചാല്, ഒന്നും അറിയാത്ത കുറെ വിഡ്ഢികളായ ജനങ്ങളുണ്ട്. അവര് പുരോഹിതന്മാരും അല്ല, അവരുടെ അടുത്ത് വേദവും ഇല്ല. അവരിങ്ങനെ പുരോഹിതന്മാര് പറയുന്നതും കേട്ട് നടക്കുന്ന കുറച്ച് പാമരരായ ആളുകൾ. അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങളാണോ ശരിക്കും അറിയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ ജൂതന്മാരും ഈ യാക്കൂബ് നബിയും ഇവരൊക്കെ പാട് ജൂതനും ക്രിസ്ത്യാനി ആന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതാണോ പറയണത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? അള്ളാഹു ആണോ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നത്? നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈ വിഡ്ഢികളോട് ചോദിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഉണ്ടെന്നല്ലോ. രണ്ടാമത്തെ കാര്യം ആരോടാ പറയുന്നത്? തന്റെ വശം അള്ളാഹുവിൽ നിന്ന് സാക്ഷ്യമുണ്ടായിട്ട് മറച്ചു വെച്ചവൻ, ആ കാര്യം പറയുന്ന ആരോടാണ്? പണ്ഡിതന്മാരായ ആളുകൾ, ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരായ ആളുകൾ. അതായത് ശരിക്കും മറച്ചു വെച്ച, അറിഞ്ഞുകൊണ്ട്, ഈ നമ്മൾ ഇതിനു മുന്നേ ബക്കറയിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഇവരെ കുറിച്ച് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായത്. ഇവര് മനഃപൂർവം ഈ തന്റെ അനുയായികളായ പാവം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ സത്യം അറിഞ്ഞിട്ടത് മറച്ചു വെച്ച കാര്യമൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേയുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ താക്കീത് അവരിൽപ്പെട്ട പണ്ഡിതന്മാരോടാണ്. യഹൂദിസവും ക്രിസ്ത്യാനിസവും അവയുടെ ഇന്നത്തെ പ്രത്യേകതകളോട് കൂടി പിൽക്കാലത്ത് ഉണ്ടായതാണെന്ന യാഥാർത്ഥ്യം അവർക്ക് അജ്ഞാതമായിരുന്നില്ല. അതായത് ഈ പണ്ഡിതന്മാരായ പുരോഹിതന്മാർക്ക് അറിയാം ഈ യഹൂദൻ, ക്രിസ്ത്യാനി എന്നൊക്കെ വാക്കും ആ ഒരു പ്രയോഗമൊക്കെ വന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. ഇബ്രാഹിം നബിയും യൂസുഫ് നബിയും യാക്കൂബ് നബി എന്നുള്ള കാലത്തൊന്നും ഇയാള് യഹൂദനും ഇവര് ക്രിസ്ത്യാനി എന്നും യഹൂദിസം വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യഹൂദർ എന്ന പേര് വന്നല്ലേ? യാക്കൂബ് നബിയുടെ മക്കളായ ഒരാളുടെ പേര് എന്തോ യഹൂദ എന്നുള്ള പേരുള്ള ഒരാളുണ്ടായിരുന്നു. ആ പേരിൽ നിന്ന്, ആ മകനിൽ നിന്നുണ്ടായ സന്തത പരമ്പരകൾക്കാണ് ബനൂ ഇസ്രായേൽ എന്നൊക്കെ വന്ന് അങ്ങനെയാണ് അത് ആ യഹൂദിസം എന്നത് വരുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പിന്നീട് എപ്പോഴോ കാലങ്ങൾക്ക് ശേഷമാണ് യഹൂദി, ക്രിസ്ത്യാനി എന്നൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ ആർക്കറിയായിരുന്നു? ഈ പണ്ഡിതന്മാരായ പുരോഹിതന്മാരായ ആളുകൾക്ക് അറിയായിരുന്നു. എന്നിട്ടും സത്യത്തെ തങ്ങളുടെ വർഗത്തിൽ മാത്രം പരിമിതപ്പെടുത്താനാണ് അവർ ഗണിച്ചിരുന്നത്. അതായത് ഈ സത്യം അവർ പുറത്തു പറയാതെ അവരുടെ ഒക്കെ ഇടയിൽ മാത്രം ചുറ്റിക്കറങ്ങി നടക്കുന്ന സത്യമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്ന ഒരു പ്രാവശ്യം, സഫിയ അലൈഹിസ്സലാം, പ്രവാചകന്റെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ ഒരു ജൂതന്റെ പുത്രിയായിരുന്നു. ജൂത പുരോഹിതന്റെ പുത്രിയായിരുന്നു. അവർ പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്, തന്റെ ഉപ്പയും വേറൊരു ജൂതനും വന്നിട്ട് ചർച്ച ചെയ്യുന്നത് ഈ പ്രവാചകനെ കുറിച്ച്, അവർ ഗ്രന്ഥത്തിൽ സത്യമാണെന്നുള്ള കാര്യവും അത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ എതിർക്കണം എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്ന സഫിയ റളിയല്ലാഹു അൻഹ കേട്ടതാണ് എന്നുള്ളത്. അത്രക്കും ആ സത്യം അവർക്കിടയിൽ മാത്രം പറഞ്ഞു നടന്നിരുന്നതാണ്.
ഈ പ്രവാചകന്മാരുടെ എത്രയോ കാലത്തിന് ശേഷം മതതത്വജ്ഞാനികളും പുരോഹിതന്മാരും നിർമ്മിച്ചുണ്ടാക്കിയ ആദർശങ്ങളും സമ്പ്രദായങ്ങളും അവരുടെ ഗവേഷണ ഫലമായ നിയമചട്ടങ്ങളും അപ്പടി അനുഗമിക്കുന്നതിലാണ് മനുഷ്യന്റെ വിജയവും മോക്ഷവും സ്ഥിതി ചെയ്യുന്നതെന്ന തെറ്റിദ്ധാരണ പാമര ജനങ്ങളെ അവർ കുടുക്കിയിട്ടിരുന്നു. മനസ്സിലായില്ലേ കാര്യം? അതായത് വളരെ സത്യം. അതായത് ഈ പണ്ഡിതന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാല് പിന്നീട് കുറെ ആദർശ നിയമങ്ങളും നിയമചട്ടങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കി, ഗവേഷണത്തിന്റെ സയന്റിഫിക്കലി ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്താലാണ് മനുഷ്യന്റെ വിജയവും പരലോക വിജയവും മനുഷ്യന് മോക്ഷമൊക്കെ കിട്ടല് ഇത് ഫോളോ ചെയ്താലാണ് എന്ന് ഈ സാധാരണ ജനങ്ങൾ അതങ്ങ് മനസ്സിലാക്കിയിട്ട് അതിലങ്ങ് കുടുക്കിയിടുക എന്ന് പറയില്ലേ. ഇതൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചില ആളുകള് ഇന്ന കാര്യങ്ങളൊക്കെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങിയിട്ട് ഇതൊക്കെ ചെയ്താലാണ് ഞങ്ങൾക്ക് മോക്ഷം എന്ന് പറഞ്ഞിട്ട് ഏത് വിധേനയും പൈസ മുടക്കിയിട്ടും അത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ. നമ്മളെ എന്താ പറയുന്നേ, ഇന്ത്യയില് ഒരു ഇതുണ്ടല്ലോ, അജ്മീറോ, അവിടെയൊക്കെ പോയിട്ട് അതായത് അവരുടെ വിശ്വാസപ്രകാരം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ അന്ധവിശ്വാസങ്ങൾക്ക് അടിയപ്പെട്ട മുസ്ലിങ്ങളാണ്. അവരൊക്കെ ആ ഒരു അന്ധവിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ പ്രയാസമാണ്. അപ്പൊ അതിലൊക്കെ കുടുക്കിയിട്ട ഇവർക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ പരലോക വിജയത്തിനുള്ള ഒരു കാര്യം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവരതിലങ്ങ് കുടുങ്ങി പോയ പോലെയാ ഉണ്ടാവുക. അത് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഫീൽ ചെയ്യും പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറിയിരുന്നു. കാരണം ആ മഹാത്മാക്കളെല്ലാം തങ്ങളുടെ വർഗത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു എന്ന് പറയാൻ അവരുടെ ജ്ഞാനം അവരെ അനുവദിച്ചിരുന്നില്ല. അതായത് ഇപ്പോ ഈ ഇബ്രാഹിം നബിമാരെ പേര് പറഞ്ഞല്ലോ, അവരൊക്കെ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളാണോ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയിരുന്നു. കാരണം എന്താണ്, അവർക്ക് തന്നെ സംശയമായിരുന്നു ഈ ഒരു വർഗത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു പറയാൻ അവരുടെ ജ്ഞാനം അവരെ അനുവദിച്ചിരുന്നില്ല. ആ പ്രവാചകന്മാർ യഹൂദരോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ലെന്ന് തുറന്നങ്ങ് സമ്മതിക്കുകയാണെങ്കിലോ അതോടെ അവരുടെ ന്യായവാദത്തിന്റെ കോട്ട തകർന്ന് നിലപതിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ആ ഒരു സത്യം അവിടെ തുറന്നാൽ എല്ലാം പൊട്ടിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ യാക്കൂബ് നബി ഇബ്രാഹിം നബി ഒന്നും ഇപ്പൊ സാധാരണ ജനങ്ങള് ഞങ്ങൾ യഹൂദനായാലേ ക്രിസ്ത്യാനി ആയാലേ സ്വർഗത്ത് പോകൂ എന്നിങ്ങനെ വിശ്വസിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തോട് ആ ജനസമൂഹം ഫോളോ ചെയ്യുന്ന ഒരു പുരോഹിതനോ പണ്ഡിതനോ പറയാണ്, നിങ്ങൾ നോക്ക്, നമ്മൾക്ക് പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും ഒന്നും ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അവർ ശരിക്കുള്ള മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം പൊട്ടിത്തകർന്നു. അതായത് ഇവരെ വിശ്വാസം എല്ലാം പൊട്ടി, ഇനി എല്ലാവർക്കും മുസ്ലിം ആവുമല്ലാതെ വഴിയില്ല എന്നതിലേക്ക് പോവില്ല ഈ സത്യം അവിടെ തുറന്നു പറഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണ് ഈ ഒരു ആശ. മനഃപൂർവ്വം അവർ ആ സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി അവസാനത്തെ ആയത്ത് ഇതും കൂടി ആയിട്ട് നമുക്ക് നിർത്താം. തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. തിൽക, അത്, തിൽക്കയുടെ മുദക്കർ എന്താണ്? ദാലിക്ക തിൽക്ക അല്ലെ, രണ്ടും അത്. തിൽക്ക ഇവിടെ ഉമ്മത്ത് ആയതുകൊണ്ടാണ് സ്ത്രീലിംഗം, ഉമ്മത്ത് താമർബൂത്ത സ്ത്രീലിംഗം ആയതുകൊണ്ട് തിൽക്ക ഉമ്മത്തുൻ, അത് ഉമ്മത്താകുന്നു, അതായത് അതൊരു സമുദായമാകുന്നു. അത് തീർച്ചയായും, ഹലത്ത് കഴിഞ്ഞു പോയി, ഹല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി, ഹലത്ത് എന്ന് പറയുന്നത് എന്താ? ഉമ്മത്തായതുകൊണ്ട്. അപ്പൊ അതൊരു സമുദായമാകുന്നു, അത് ഹലത്ത് തീർച്ചയായും അത് കഴിഞ്ഞു പോയി. അത് പറഞ്ഞാൽ ആ ഒരു സമുദായം ലഹ അവർക്കുണ്ട്, അതായത് ആ ഉമ്മത്തിനുണ്ട്. ലഹ എന്ന് പറയാ ആ ഉമ്മത്ത് സ്ത്രീലിംഗം, ലഹ അതിനുണ്ട്, അതായത് ആ ഉമ്മത്തിനുണ്ട് എന്ത്? മാ എന്താണോ കസബത്ത് അവർ സമ്പാദിച്ചത്, അത് സമ്പാദിച്ചത് അതിനുണ്ട്. ലഹ മാ കസബത്ത് വലക്കും മാ കസബത്തും, അത് വളരെ എളുപ്പമാണ്. ആ ഉമ്മത്തിന് അത് പ്രവർത്തിച്ചതുണ്ട്, വലക്കും നിങ്ങൾക്കുണ്ട്, മാ എന്താണോ കസബത്തും നിങ്ങൾ സമ്പാദിച്ചത്, അല്ലെ? സമ്പാദിച്ചതിന് പ്രവർത്തിച്ച് അധ്വാനം ചെയ്ത് ഒരുക്കൂട്ടിണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കസബ എന്ന് പറയാ. അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ? സമ്പാദ്യം, ഒരു ഏണിങ്സ് എന്ന് പറയുന്ന, അപ്പൊ നമ്മൾ കുറെ വർക്ക് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആ ഒരു, അതായത് മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം എന്തിനാണോ ചെലവഴിച്ച അവസാനം അതിനൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും, അത് സമ്പാദിച്ച സാധനമാണ് ഇത്രയും പണിയെടുത്തിട്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരെന്താണോ സമ്പാദിച്ചത് ഓരോരുത്തർക്ക് ഉണ്ടാവും. അപ്പൊ അന്നത്തെ ഉമ്മത്ത് അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, വലക്കുമ്മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാ ആൻഡ് ലാ തുസ്അലൂന, ചോദിക്കപ്പെടുകയില്ല. ഈ വാക്ക് കേട്ടുന്ന വരുന്ന സഅല യസ്അലു,
സഅല സായിലും അല്ലേ സൂറത്ത് മാരിജ്. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സായിൽ ചോദിക്കുന്നവൻ, യസ്അലു ചോദിക്കുന്നു. അപ്പൊ സഅല എന്ന് വരുന്നതാണ് തുസ്അലൂന എന്ന വാക്ക്. സഅല യസ്അലു തുസ്അലു എന്നാ വരുന്നത്, ചോദിക്കപ്പെടുക. അത് പാസീവാണ്, അതുകൊണ്ടാണ് തു വന്നത്, അല്ലെങ്കിൽ ത എന്ന വരിക. തസ്അലൂന നിങ്ങൾ ചോദിക്കുക എന്നുള്ളതിന്. അപ്പൊ സഅല യസ്അലു തസ്അലു തസ്അലൂന. ഇത് തുസ്അലൂനയാണ്. അപ്പൊ ചോദിക്കപ്പെടുകയില്ല. ലാ എന്ന് വന്നുകൊണ്ട് ചോദിക്കപ്പെടുകയില്ല. എന്ത്? അമ്മാ എന്തിനെ കുറിച്ച്? അൻ അബൌട്ട് മാ എന്താണോ, കാനു അവരായിരുന്നു, യാമലൂന പ്രവർത്തിക്കുക. അതായത് അമ്മാ കാനു യാമുൽ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച്, വലാ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. ഇവിടെ ഗ്രാമർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇത് എത്ര അർത്ഥം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ തുസ്അലൂന എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, താ വന്നതുകൊണ്ട്. അമ്മാ കാനു യാമലു എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചു, യാ വന്നത് കൊണ്ട്. ആ അർത്ഥം മാറിപ്പോയാൽ വളരെ വ്യത്യാസപ്പെടും. അതായത് നിങ്ങൾ പ്രവർത്തിച്ചതിന് കൂടെ അവർ ചോദിക്കപ്പെടുകയില്ല എന്നൊക്കെ മാറിപ്പോവും. യാവും തായും മനസ്സിലാക്കണം. താ എന്ന് പറയുന്നത് നിങ്ങൾ എന്നുള്ളതും, യാ എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് ലാ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. മനസ്സിലായില്ലേ? ഇത് വളരെ എളുപ്പമുള്ള ഒരു ആയത്ത്. തിൽക അത്, ഉമ്മത്തുൻ ഖദ് ഖലത് അതെന്താണ്? കഴിഞ്ഞു പോയ ഉമ്മത്താകുന്നു. ലഹ ആ ഉമ്മത്തിനുണ്ട്. ഈ ലാ മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ കണ്ട ലന, ലഹ, ലക്കും, ലഹു, ആ ലാ തന്നെയാണിത്. ലഹ അതിനുണ്ട്. ഈ ഉമ്മത്ത് എന്നുള്ള പെണ്ണായതുകൊണ്ട് ഹ വന്ന്. ഹ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ്. സ്ത്രീയിൽ ഒരു പെണ്ണിനും ലഹ എന്നാണ്, അവൾക്കുണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ പറയാം. ലഹ അതിനുണ്ട്, മാ എന്താണോ, കസബത്ത് അത് പ്രവർത്തിച്ചു എന്ന് പറയാൻ പറഞ്ഞാൽ എന്താ? ഉമ്മത്ത് പ്രവർത്തിച്ചത് എന്നാണ്. വലക്കും വാ ആൻഡ് ലക്കും നിങ്ങൾക്കുണ്ട്, മാ കസബത്തും ഈ തും എന്താണ്? അൻതും, അൻതും നിങ്ങൾ എന്നുള്ള, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെത് നിങ്ങൾക്കുമുണ്ട്. വലാ തുസ്അലൂന നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, അമ്മ എന്തിനെ കുറിച്ച്, കാനൂ യാമലൂന അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച്. ഇവിടെ കാനു വന്നില്ലല്ലേ? അവർ പ്രവർത്തിച്ചിട്ടുണ്ടായതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. ഇവിടെ 131 അല്ലെ? ഇവിടെ ഇസ്രായേൽ വംശമേ എന്ന് വിളിച്ചുകൊണ്ട് 141 പ്രഭാഷണത്തിൽ അവരുടെ നിലപാടുകളെയും പൂർവ്വ പ്രവാചകന്മാരെയും കുറിച്ച് അവർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ വിലയിരുത്തിയ ശേഷം പറയുകയാണ്, പൂർവികർ അവരുടെ കർമ്മം കൊണ്ട് അവരുടെ നാദങ്കൽ എത്തിക്കഴിഞ്ഞു. അവരും നിങ്ങളും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. അവരുടെ കർമ്മഫലം അവർക്കേ ലഭിക്കൂ, നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ കർമ്മത്തെക്കുറിച്ച് അവരെയോ അവരുടെ കർമ്മത്തെക്കുറിച്ച് നിങ്ങളെയോ വിചാരണ ചെയ്യുകയില്ല. അതുകൊണ്ട് പരലോക വിചാരണയെ വിജയകരമായി നേരിടാൻ യോഗ്യമായ കർമ്മങ്ങൾ നിങ്ങൾ ഓരോരുത്തരും സ്വയം തന്നെ അന്വേഷിക്കണം. സത്യവിശ്വാസവും സൽക്കർമ്മവും എന്താണെന്നും എങ്ങനെയാണെന്നും പഠിപ്പിക്കുവാൻ ദൈവത്താൽ നിയുക്തനായ മുഹമ്മദ് നബിയെയും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് സാധ്യമാവുകയില്ല. അതായത് ഇവരോട് പറയാണ്, അവരത് കഴിഞ്ഞ് അത് അപ്പൊ ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി, അതായത് നബി ഇബ്രാഹിം നബിയൊക്കെ മുസ്ലിം അന്നുണ്ടായിരുന്ന അള്ളാഹുവിൽ നിന്ന് നൽകപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ജീവിച്ച് മരിച്ചവരാണ് അവരൊക്കെ, അന്നത്തെ മുസ്ലിങ്ങൾ. പക്ഷെ ഇന്ന് മുസ്ലിം എന്ന വാക്കിന് ഒരാൾ അർഹത നേടണമെങ്കിൽ ഇന്ന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ലേറ്റസ്റ്റ് ഗ്രന്ഥമായ ഖുർആനിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന വാക്കിന് അർഹത ഉള്ളൂ. അപ്പൊ ഇന്ന് ഒരു മുസ്ലിമായി മരിക്കണമെങ്കിൽ സ്വന്തം കർമ്മങ്ങളെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആനിനനുസരിച്ച് സ്വന്തം കർമ്മങ്ങളെ മാറ്റിമറിച്ചാൽ മാത്രമേ അത് പരലോക വിജയം സാധ്യമാവുകയുള്ളൂ എന്ന് ഇവരോട് പറയാണ്. അന്നത്തെ കഴിഞ്ഞു, ഇന്ന് വേറെ എന്നല്ല. ഇന്ന് നീ മുസ്ലിം ആണെങ്കിൽ ഇന്നത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഫോളോ ചെയ്യണം. അല്ലാതെ ഇന്ന് ജീവിച്ചിരുന്നു കൊണ്ട് അന്നത്തെ ഞങ്ങളുടെ പൂർവ്വപിതാക്കള് ക്രിസ്ത്യാനി ഇതൊക്കെ ആയിരുന്നു, ഞങ്ങൾ ഭയങ്കര പൂർവ്വപിതാക്കന്മാർ സന്തതികളാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചാൽ അത് ശരിയാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് പദപരമായി സൂക്തം ഒട്ടുമുമ്പുള്ള സൂക്തത്തിന്റെ, അതായത് അവരുമായുള്ള വംശബന്ധം മൂലമാണ് അവരുടെ കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതേണ്ട. ഇവിടെ പറയാണ്, അവര് നല്ല പുണ്യവാന്മാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഫലം ഒന്നും കിട്ടുകയില്ല. പൂർവികരുടെ ശുപാർശ കൊണ്ടോ ഹക്ക് ജാഹ് കൊണ്ടോ പരലോകത്ത് രക്ഷപ്പെട്ടു കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. നിങ്ങളുടെ കർമ്മഫലമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രകൃത സൂക്തത്തിന്റെ സന്ദർഭം വ്യക്തമാക്കുന്ന ആശയം ഇതാണ്.
ഞങ്ങൾ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസാക്കിന്റെയും ഒക്കെ പൈതൃകം പിന്തുടരുകയായിരുന്നു എന്ന് വാദിച്ചത് കൊണ്ട് കുറ്റകൃത്യങ്ങളുടെയും പാപങ്ങളുടെയും ഉത്തരവാദിത്തത്തിൽ രക്ഷപ്പെട്ടു കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. അതുകൊണ്ടൊന്നും നിങ്ങൾ നിരപരാധികളാവുകയില്ല. ഒന്നാമതായി, ഇബ്രാഹിമും പിന്മുറക്കാരായ പ്രവാചകന്മാരും നിങ്ങൾ അവകാശപ്പെടുന്ന പോലെ ജൂതരോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. നിങ്ങൾ പുലർത്തുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ആയിരുന്നില്ല അവർ പുലർത്തിയിരുന്നതും പ്രബോധനം ചെയ്തിരുന്നതും. ഇനി വാദത്തിനു വേണ്ടി അവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള ജൂതരോ ക്രിസ്തവരോ ആയിരുന്നുവെന്ന് സമ്മതിച്ചാൽ തന്നെ അത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്കും പാപവൃത്തികൾക്കും ന്യായീകരണമാകുമില്ല. അതായത് മനസ്സിലായില്ലേ, ഇവര് തെറ്റും കുറ്റമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇവരുടെ സന്തതി പരമ്പരയാണെന്ന് പറഞ്ഞിങ്ങനെ ഊറ്റം കൊള്ളുകയാണ്. അവർ അവരുടെ കർമ്മങ്ങളും കൊണ്ട് കടന്നു പോയി കളഞ്ഞു. അതും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അസത്യവും അധർമ്മവും സ്വയം തെരഞ്ഞെടുത്തു ചെയ്താലും പൂർവികരെ അനുകരിച്ചു ചെയ്താലും അസത്യവും അധർമ്മവും തന്നെ. അത് പരലോകത്ത് ശിക്ഷാർഹമാകുന്നു. പൂർവികരെ അനുകരിച്ചത് കൊണ്ട് അസത്യം സത്യമോ അധർമ്മം ധർമ്മമോ ആകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അനുവർത്തിക്കുന്ന അസത്യവും അധർമ്മവുമാണെന്ന് സത്യപ്രവാചകനിലൂടെയും സത്യവേദത്തിലൂടെയും നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും അസത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ പരലോകത്ത് അതിന്റെ ശിക്ഷ സ്വയം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഈ വിധം സന്ദർഭം പരിഗണിക്കുമ്പോൾ പദങ്ങളിൽ ഒന്നാണെങ്കിൽ ആശയത്തിന് ഒന്നാകുന്നു. ഇത്രയാണ് ഇത് പറയുന്നത്. ഇത് ശരിക്കും ക്രിസ്ത്യാനികളെയും ആയത്തുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറയുന്നത് ഇത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ ജൂതന്മാര് ആരായിക്കോട്ടെ അവര് വംശബന്ധവും കുടുംബബന്ധവും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങളെ പ്രവാചകന്മാരങ്ങനെ അവര് ചെയ്തതിന്റെ അത് ഞങ്ങൾ ഫോളോ ചെയ്താന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മുത്തക്കികളായിട്ട്, അതായത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവരവരെ കർമ്മങ്ങൾ കൊണ്ട് പോയി അവർ സത്യവാന്മാരായിരുന്നു. ഇനിയിപ്പൊ നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ മേലിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അവരുടെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ മേലിട്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്നു, ഇപ്പത്തെ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ലഭ്യമായ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് സത്യവും ധർമ്മവും എന്താണ് ചെയ്യുന്നത് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഇതാണ് കിട്ടുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും അല്ലെ. ഇപ്പൊ 2000-ലൊക്കെ 1975 ജനിച്ച ഒരാള് 2025 വരെ അള്ളാഹ് ആയുസ് കൊടുത്തെന്ന് വിചാരിക്കുക, 50 വർഷം. അപ്പൊ ആ 50 വർഷത്തിനിടയിൽ ഈ ലോകത്ത് പല പല മാറ്റങ്ങൾ വന്ന് പല പല അക്രമികളായ ഭരണാധികാരികൾ മാറി മാറി വന്ന് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഫിറഔൻ ആയിരുന്നെങ്കിൽ അല്ലെ, ഇബ്രാഹിം നബിയുടെ കാലത്ത് നമ്രൂദ് ആയിരുന്നെങ്കിൽ, പ്രവാചകന്റെ കാലത്ത് പിന്നെ ഈ അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷെയ്ബത്തും പോലെയുള്ള കടുത്ത അക്രമികളായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതാണ് തന്റെ എന്താ പറയാ നമ്മൾക്ക് ശത്രുക്കൾ ആരാണ്, ശരിക്കും എങ്ങനെയുള്ള നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ നമുക്ക് അള്ളാഹു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചു, കുടുംബ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും വിചാരിക്കുന്ന പോലെ ഞാൻ ഇന്ന കുടുംബത്തിലായതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണ് എന്നൊരു വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരിക്കലും നമുക്ക് പരലോകമോക്ഷത്തിന് കാരണമാവുകയില്ല, അത് ശരിയാവുകയില്ല. മറിച്ച് എനിക്ക് കിട്ടിയ അറിവ്, എന്റെ ജീവിത സാഹചര്യം, എനിക്കുള്ള ഇപ്പത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതി, അക്രമം, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അതിനോടൊക്കെ മൗനം പാലിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, അതായത് ഇതൊന്നും തന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയോ ഇത്രയും അനീതിയും അക്രമവും അവിടെ കൊലയും കൊള്ളയും ഒക്കെ നടന്നിട്ടും തന്റെ പ്രാർത്ഥനകളിലോ ഇതൊന്നും വേദനയോട് കൂടിയൊന്നും പറയാതെ വിഷമിക്കാതെ തനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് തിന്നും കുടിച്ചും രസിച്ചും കുടുംബത്തിൽ സല്ലപിച്ചും ഒക്കെ സന്തോഷത്തോട് കഴിഞ്ഞു കൂടുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യുന്നതെങ്കിൽ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച സാഹചര്യം വെച്ചിട്ടാണ് അള്ളാഹ് നമ്മളോട് ചോദ്യം ചെയ്യുക. ഇന്നതൊക്കെ നീ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും നിനക്കെന്ത് ചെയ്യാൻ സാധിച്ചു അല്ലെ. അതാണ് വളരെ പ്രസക്തിയുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മുസ്ലിമായി പരലോക മോക്ഷം കിട്ടണമെങ്കിൽ നമുക്ക് ലഭ്യമായ വിശുദ്ധ ഖുർആനോട് തട്ടിച്ച് നമ്മുടെ ജീവിതം നോക്കി ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചും മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചും ആ സത്യത്തിനു വേണ്ടി നിലകൊണ്ടും നീതിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഖുർആനിന്റെ വാഹകരായിട്ട് ഈ സമൂഹത്തിൽ നിലകൊണ്ടു എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അള്ളാഹു നമുക്ക് അത്തരത്തിൽ
വിശ്വാസികളായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു ആയുസ്, കുറഞ്ഞ കാലത്തെ ഭൂമിയിലെ ആയുസ് മുസ്ലിങ്ങൾക്ക് വളരെ അധികം പ്രയാസകരമായ ഈ കാലഘട്ടത്തിൽ, മുസ്ലിം എന്ന് കേൾക്കുന്നിടത്ത് തന്നെ ഒരു അരോചകമായ ഒരു അവസ്ഥ, താൻ മുസ്ലിമാണെന്ന് പറയാൻ പോലും പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്, ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണല്ലോ അല്ലെ, ഇസ്ലാം ഇവിടുന്ന് ഇങ്ങനെ മായ്ച്ച് മായ്ച്ച് പോകുന്നൊരവസ്ഥ. അങ്ങനെ അപ്പൊ അത്തരത്തിൽ മുസ്ലിം ഒരു വിഷയമായി മാറി. മുസ്ലിം അത് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു പേര് കൊണ്ട് മാത്രം അനുഭവിക്കുന്ന ഒരുപാട് ആൾ, സത്യം പറഞ്ഞാൽ ഒരാൾ ആരെയും ഒന്നും ഉപദ്രവിക്കുന്ന പോലും ചെയ്യുന്നില്ല. പ്രവാചകൻ പറഞ്ഞ പോലെ, നേരത്തെ ചോദിച്ച പോലെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഏൽക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോ അത്തരത്തില് ഈ ഒരു കാലഘട്ടത്തിൽ ഈമാനോട് പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാനും ഏതൊരു പരീക്ഷണ ഘട്ടങ്ങളിലും ദീൻ മുറുകെ പിടിക്കാനുള്ള സ്ഥൈര്യവും ഈമാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.